ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ സുജോത്. ഞാനിപ്പോൾ എമ്പുരാൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലോട്ട് വന്നേക്കുന്നത്. വേറെ ഒന്നല്ല, ഞാനിപ്പോൾ കാലത്തെ ഷോ കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് നോക്കിയപ്പോൾ ഞാൻ ആദ്യം തന്നെ കണ്ടത് അശ്വന്ത് വോക്കിൻ്റെ ഒരു റിവ്യൂ ആണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് എന്തിലൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കുറച്ച് കണ്ടന്റ് കുറച്ചൊക്കെ എന്തിലൊക്കെ വീഡിയോ ചെയ്യുന്നതിൻ്റെ പേരിൽ എനിക്കൊരു വീഡിയോ, ഒരു റിയാക്ഷൻ വീഡിയോ, അതായത് അശ്വന്ത് വോക്കിനെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കുറച്ച് ഭാഗങ്ങൾ അശ്വന്ത് വോക്ക് പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. വേറെ ഒന്നല്ല, കോട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേശ്ശായിട്ട് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മഞ്ജു വാർക്ക് കൊടുത്താക്കുന്ന ഒരു കോസ്റ്റ്യൂം ശരിയല്ല, ആന്റണി പെരുമാറിന്റെ ഒരു കുഞ്ഞു റൂൾ അത് ശരിയായില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എല്ലാത്തിനും കൊണ്ടൊന്നും നമ്മൾ വിദേശികളെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറുനാട്ടിലെ ആക്ടേഴ്സിനെ കൊണ്ടൊന്നും നിറക്കുന്നതല്ല ഒരു മലയാള ഫിലിം എന്ന് പറയുന്നത്. മലയാള ഫിലിമിൽ ഓരോരുത്തർ ഇപ്പൊ ഇത്ര നാളും ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളല്ലേ ഈ പറഞ്ഞ ആന്റണി പെരുമ്പാവൂർ. ഒന്നില്ലെങ്കിൽ ഈ പടത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താക്കുന്ന ഒരാളല്ലേ. പുള്ളിക്കാരൻ്റെ ചെറിയ റോൾ കൊടുത്തത് അത് ചെറിയൊരു റോളാണ്. ആ റോള് പുള്ളി ചെയ്ത് പോട്ടെ. അതിനകത്ത് നമ്മ അങ്ങനത്തെ ഒരാളായിട്ട് തന്നെ കണ്ടുപോയാൽ പോരെ. നമുക്കിതിനകത്ത് പുള്ളകം കൊള്ളാനായിട്ട് വേറെ കുറെ കാര്യങ്ങളില്ലേ, ഇങ്ങനെ കൂരിത്തിരിക്കുന്ന സീനൊക്കെ ഇല്ലേ. അതായത് ഇൻട്രോയിൽ കഴിഞ്ഞിട്ട് ഒരൊറ്റ സീൻ മതി. ഇൻട്രോയിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ്റെ ഒരൊറ്റ സീൻ മതി നമ്മൾ കൊടുത്ത പൈസ മുതലാവാനായിട്ട്. പിന്നെ ഇൻട്രോസീൻ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. മലയാളം സിനിമ കാണാത്ത രീതിയിലുള്ള ഒരു ഇൻട്രോസീനാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പൃഥ്വിരാജ് ഇതിന് കൊടുത്താണ് ഡെഡിക്കേഷൻ. കണ്ടെത്തിയാക്കുന്ന ലൊക്കേഷൻസ് അടിപൊളി അടിപൊളി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഇതൊക്കെ പഠിക്കണം ആലോചിച്ചു. ചിലപ്പോൾ മിനിയേച്ചർ വെച്ചിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണെന്നൊക്കെ തോന്നിപ്പോ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ലൊക്കേഷൻ ചെയ്തത്. പിന്നെ ഓവറോൾ പറയണെന്നുണ്ടെങ്കിൽ ലാൽമയാണ്, ലാലേട്ടൻ്റെ ഒരു മയാണ് സിനിമ എന്ന് പറയുന്നത്. കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് ലാലേട്ടൻ എത്തുന്ന വരെയുള്ള ഒരു സീൻ എന്നൊക്കെ പറയണത് ശരിക്കും ശരിക്കിനൊരു നമ്മളെ അങ്ങോട്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലോട്ടുള്ളൊരു ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വരും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടിയാണ് അവർ നമുക്ക് പറഞ്ഞേക്കുന്നത്. അത് അടുത്ത നോക്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇപ്പൊ പറഞ്ഞ പോലെ മുരളി ഗോപി ഉദ്ദേശിച്ച സംഭവം എന്താണെന്നൊക്കെ എന്തായാലും മനസ്സിലാവും. പിന്നെ CPM എത്തിയിട്ട് ഇങ്ങനെ കൊട്ടുന്നൊരു സംഭവം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അശ്വന്ത് വോക്ക് പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഈ BJP CPM കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടിക്കാരാണ് മെയിനായിട്ട് ഇവർ ഇത് ചെയ്യുന്നത് സിനിമയിൽ. അതിനകത്ത് തന്നെ കോൺഗ്രസ്സുകാരെ ഒന്നും വലുതാക്കിയിട്ട് പറയാത്തതിന്റെ കാരണം കോൺഗ്രസ്സുകാർ കുറച്ചിറങ്ങിയപ്പോൾ JP ആയിട്ട് മാറും, കോൺഗ്രസും BJP ആയിട്ട്. ആ ഒരു ഇത് ഇപ്പോഴേ അങ്ങോട്ട് കൊടുത്തു വെച്ചെന്നുള്ള സംഭവം. അപ്പൊ അവർക്ക് പറയാവുന്ന മെയിനായിട്ടുള്ള ആൾക്കാർ കോൺഗ്രസ് പിന്നെ ഒഴിച്ചു നിർത്തിയിട്ട് BJP ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റിനെയുമാണ്. പിന്നെ ഇതിനകത്ത് നമ്മ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആ പടകള് അത് പറഞ്ഞ അതൊരു സംഭവമൊക്കെ ചെയ്ത് കളയും. ഈ പറഞ്ഞ വേറെ ആൾക്കാർ, വലിയ ആൾക്കാർ ചെറിയ ആൾക്കാർ ചെയ്ത് കളയും, മനസ്സിലായില്ലേ. അപ്പൊ പടം എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എന്തായാലും വാച്ച് ചെയ്യുക. എന്തായാലും നല്ല ക്രൗഡിനായിട്ട് തന്നെ ഇരുന്ന് പടം കാണുക. മാക്സിമം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും അത്രയും പെട്ടെന്ന് തന്നെ കാണാം. കാരണം മറ്റുള്ളവർ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കേട്ട് നിങ്ങൾക്ക് ഇനി പോണോ വേണ്ടേ എന്നുള്ള ചിന്ത എന്തായാലും പോവാതിരിക്കൂല. മലയാളികൾ എല്ലാവരും ടിക്കറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കാരണം അതിലും ഇപ്പൊ എന്റെ ചുറ്റുമുള്ളവർ തന്നെ പലർക്കും ടിക്കറ്റ് കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വരും ദിവസങ്ങളിൽ ഇപ്പൊ ഇതിനെ കാണും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പോയി പടം കാണും എന്നുള്ള ഇതിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ കുറച്ച് പെർഫോമൻസ് ഉണ്ട് നമുക്ക് എന്ത് കാണാനായിട്ട്. അത് സ്റ്റണ്ട് അശ്വന്ത് വോക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ആരാണ് സ്റ്റണ്ട് മറ്റേ പഴയ രീതിയിൽ മറ്റേ കരിയില വറക്കണം മാങ്ങയില എന്നൊക്കെ പറഞ്ഞ് ചെയ്താക്കുന്നത്. അല്ല, ഏത് പടത്തിലാണ് ഇപ്പൊ കരിയില വറക്കാത്തുള്ളൊരു ഇടിയുള്ളത്? അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി പൊടി വറക്കാത്തൊരു ഇടി അവിടെ ഉള്ളത്? നാട്ടുമ്പുറത്തൊരു തല്ല് നടന്നാൽ തന്നെ രണ്ടുപേര് കൂടി തിരിയുമ്പോൾ തന്നെ പൊടി ഇത്തിരി അങ്ങോട്ട് വറക്കും. പിന്നെ അതുപോലെ തന്നെ രാത്രിയാണെന്നുണ്ടെങ്കിൽ കമ്പിഞ്ചിൽ ഓടിക്കാന്ന് എന്തിലായാലും കുറച്ച് ഇലകളും വീഴും, മനസ്സിലായ. തല്ലെന്ന് പറഞ്ഞ സംഭവത്തിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉള്ളതാണ്. വയലൻസിൽ ഈ പറഞ്ഞ പോലെ പൊടിപടലങ്ങൾ ഉള്ളതാണ്. ഇപ്പൊ നിലത്ത് തന്നെ മേത്തഴുക്കാവും. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോക്കിന് മനസ്സിലായിരിക്കും. പടത്തിന്റെ വിഷ്വല് കണ്ടാൽ തന്നെ എല്ലാവരും ഞെട്ടിപ്പോകും. കാരണം നമുക്ക് ഇന്ന് ഇരുന്നിട്ട് നമ്മ മലയാളപ്പടം തന്നെയാണോ കാണുന്നെന്നുള്ള ചിന്ത വരും, മനസ്സിലായില്ലേ. നമ്മ ഇപ്പൊ പറയുന്ന പോലെ ബാഹുബലി ഭയങ്കര കളർഫുൾ പടമാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ KGF ഭയങ്കര കുറച്ച് ഡാർക്ക് ആണെന്നുണ്ടെങ്കിലും മലയാളത്തിന് അതിൻ്റെതായ രീതിയിലൊരു സ്റ്റൈലുണ്ട്. അവര് ഡാർക്കും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചപ്പും കൊടുത്തിട്ടുണ്ട്, കളറും കൊടുത്തിട്ടുണ്ട്, എല്ലാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജ് കുമാറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ മലയാള സിനിമയിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഇനിയും ഉയരത്തിലോട്ട് കൊണ്ടുപോകാൻ പുള്ളിയുടെ കയ്യിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. പുള്ളി പിടിച്ചു കഴിഞ്ഞാൽ പുള്ളി പിടിക്കുന്ന സംഭവം ഒത്തിരി
പുള്ളിയുടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കോൺഫിഡൻസ് തന്നെ മതി പടത്തിനെ ഫുള്ളി കമ്മിറ്റ് ചെയ്യണ പടം ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റുള്ള ഇപ്പം എൻ്റെ അടക്കം ആരുടെയും ഒരു റിവ്യൂ കാണാണ്ട് ഡയറക്റ്റ് നിങ്ങൾ ചെല്ലുക, തിയേറ്ററിൽ എന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നു നിങ്ങൾ അന്ന് പോയി സിനിമ കാണുക. അതാണ് എനിക്ക് പറയാനുള്ളത്.